ലോക്സഭയിൽ കൂടുതൽ എംപിമാർക്ക് സസ്പെൻഷൻ. ഇന്ന് നടപടിയെടുത്തത് 50 പ്രതിപക്ഷ എംപിമാർക്കെതിരെ. ശശി തരൂരും അടൂർ പ്രകാശും അടക്കമുള്ളവർക്കാണ് സസ്പെൻഷൻ. വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, വിവരങ്ങൾ. ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് 49 എംപിമാരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മുഴുവൻ സസ്പെൻഷനിലായ എംപിമാരുടെ എണ്ണം 141ലേക്ക് ഉയർന്നിരിക്കുകയാണ്. ലോക്സഭയിലെ മുഴുവൻ പ്രതിപക്ഷ എംപിമാരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതായത് പാർലമെന്റിലുണ്ടായ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആണ് വലിയ രീതിയിൽ ഉള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ എംപിമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. സുപ്രധാന ബില്ലുകൾ വരുമ്പോൾ പോലും അതിനെ വകവെക്കാതെ നിരന്തരം പാർലമെന്റ് തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ എംപിമാർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ശശി തരൂര്, അതേപോലെ തന്നെ സുപ്രിയ സുലേഖ, മനീഷ് തിവാരി, കാർത്തി ചിദംബരം അടക്കമുള്ള എംപിമാർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുന്നത്. അങ്ങനെ മുഴുവൻ ലോക്സഭയിലും രാജ്യസഭയിലുമായി 141 എംപിമാർക്കാണ് സസ്പെൻഷൻ. ഇന്നിപ്പോൾ നൽകിയിരിക്കുന്നത് കൂടുതൽ 49 എംപിമാർക്കുള്ള സസ്പെൻഷൻ നടപടികളാണ് ഇന്നിപ്പോൾ നടത്തിയിരിക്കുന്നത്. കൂടുതൽ വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധമായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉയരുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 95 എംപിമാർ ലോക്സഭയിലും 46 എംപിമാർ രാജ്യസഭയിലും സസ്പെൻഷൻ നടപടികൾ നേരിട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ലോക്സഭയിലാണ് 49 എംപിമാരെ സസ്പെൻഷൻ നടപടികൾ നേരിട്ടിരിക്കുന്നത്. നന്ദൻ, പുറത്തും ഈ പാർലമെന്റിന് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കൂട്ട സസ്പെൻഷന് പിന്നാലെ. രജനി, തീർച്ചയായിട്ടും ഈ സസ്പെൻഷനിലായ എംപിമാർ പുറത്ത് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്ലക്കാർഡ് ഉയർത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു. ഇതിനിടയിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റും രാജ്യസഭാ അധ്യക്ഷനെയും കളിയാക്കിക്കൊണ്ട് TMC MP കല്യാൺ ബാനർജി ഒരു വീഡിയോ ചിത്രീകരിച്ചിരുന്നു. രാജ്യസഭാ അധ്യക്ഷനെ കളിയാക്കി അദ്ദേഹം രാജ്യസഭയ്ക്കുള്ളിൽ നടത്തുന്ന പ്രകടനത്തിന് സമാനമായ രീതിയിൽ പുറത്ത് പ്രതിഷേധിച്ച കല്യാൺ ബാനർജിയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഇത്തരം ഒരു പ്രകടനം നടത്തിയത്. അത് ചിത്രീകരിച്ച് പുറത്ത് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാർലമെന്ററി നടപടികളോട് പ്രതിപക്ഷം ഒരു തരത്തിലും സഹകരിക്കുക മാത്രമല്ല, മറിച്ച് അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ കൂടി പ്രതിപക്ഷം കടന്നിരിക്കുന്നു എന്നുള്ള വിമർശനമാണ് BJP ഉയർത്തിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും പാർലമെന്റിന് പുറത്ത് വലിയ പ്രതിഷേധം ഉയരുവാനുള്ള സാധ്യത തന്നെ. അതായത് നന്ദൻ, ഈ പാർലമെന്റ് അതിക്രമ കേസ് കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷിക്കുന്നുവെന്ന് പല പ്രാവശ്യം ലോക്സഭാ സ്പീക്കറും അതുപോലെ തന്നെ രാജ്യസഭ ചെയർമാൻ അടക്കം പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് കരുതി വീണ്ടും ഇത്തരത്തിൽ സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇത്രയൊരു കൂട്ട നടപടി എടുക്കാനുള്ള കാരണവും? നിലവിലൊരു ത്രിതല അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്റലിജൻസ് ബ്യൂറോ അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ അന്വേഷണമുണ്ട്. ഒപ്പം തന്നെ CRPFന്റെ DG തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ പാർലമെന്റിൽ നടന്ന അക്രമത്തെ സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് പ്രതിപക്ഷം ഈ വലിയ പ്രതിഷേധം പാർലമെന്റിനകത്ത് ഉയർത്തുക എന്ന പേരിൽ പാർലമെന്റ് നടപടികളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇത്തരം ഈ അന്വേഷണം അത് കൃത്യമായി തന്നെ നടക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നതടക്കം നേരത്തെ തന്നെ ലോക്സഭാ സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം അമിത്ഷാ രാജിവെക്കണം, ആഭ്യന്തരമന്ത്രി ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കണം. മാത്രമല്ല, ഇതിന് പാസ് നൽകിയ ഇവർക്ക് ഈ അതിക്രമം നടത്തിയവർക്ക് അകത്ത് കയറാൻ പാസ് നൽകിയ BJP MPയും രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എന്നാൽ ലോക്സഭാ സ്പീക്കർ ഇത് തങ്ങളുടെ അധികാര പരിധിയിൽ വരുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ പാർലമെന്റ് എന്നുള്ളത് തന്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമാണ്. അതിനാൽ തന്നെ ഇതിൽ മറുപടി പറയേണ്ടത് താനാണ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സ്പീക്കർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിലൊന്നും പ്രതിപക്ഷം ചെവി കോർക്കുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ മുതലെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. രചന, ശരി. എന്തായാലും പാർലമെന്റിൽ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് തുടരുക തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് വീണ്ടും കൂട്ട സസ്പെൻഷൻ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും.